വീഡിയോ തുടങ്ങി. ടോപ്പിക്കിലേക്ക് സ്വാഗതം. അപ്പോ നമ്മൾ ഈ വീഡിയോയിലൂടെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ജോയൽ പറയും. എപ്പോഴും പറയാറുള്ള പോലെ സാധാരണ ഞാനാണ് എളുപ്പമുള്ള ചോദ്യമൊക്കെ എടുത്തിട്ട് പാടുള്ള ചോദ്യം തിരിക്കാറ്, അതായത് തിരിച്ചു തന്നു. ഓക്കെ, ഇപ്രാവശ്യം നമ്മൾ പബ്ലിക് എഫക്റ്റീവ് ഒന്നുമല്ല. നമ്മള് പുതിയ ഭരണം കയറിയ സ്ഥിതിക്ക് നമ്മൾ യൂത്തിന് പുതിയ ഭരണം വന്നതിന് ശേഷം യൂത്തിന് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന സ്ഥിതിക്ക് അതെ നമ്മുടെ മൈൻഡില് ഈ സർക്കാർ എന്തൊക്കെ മാറ്റം കൊണ്ടുവരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളൊരു പൊതുജന സമക്ഷമായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്, അല്ലാതെ പേഴ്സണലി ആയിരിക്കില്ല. പേഴ്സണലി ചിലപ്പോ ഞാൻ സംസാരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ബോത്ത് പേഴ്സണലിയും ബാക്കി കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. നമ്മുടെ ഒരു കാഴ്ചപ്പാടില് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് തോന്നിയിരിക്കുന്നത്, അതെങ്ങനെയൊക്കെ മാറ്റാൻ പറ്റും എന്നുള്ളൊരു കോമൺ ബേസിക് സംഭവം. യെസ്. അപ്പൊ ആദ്യമായിട്ട് എന്തായാലും ഒരു 10 കൊല്ലത്തെ ഭരണം അങ്ങ് കഴിഞ്ഞു. എന്തായാലും പിന്നെ എനിക്കൊരു നെഗായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയാറില്ല എങ്കിലും, അതായത് 10 കൊല്ലത്തേക്ക് വലുതായിട്ട് ഹർത്താലും പണി മുടക്കൊന്നും ഇല്ലായിരുന്നു ഒരിടയ്ക്ക് നോക്കുമ്പോ. കാരണം ഒന്ന് സൂക്ഷിച്ചൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. ഇടക്കിടക്ക് വല്ലപ്പോഴും ഒക്കെ ഉണ്ട്. നമ്മൾ ഈ അതായത് ഇടക്കിടക്ക് ഹർത്താൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തില് ആ ഒരു ടൈമിൽ നമ്മൾ കുറെ സൈക്കിൾ ഓടി നടക്കലും ഫുട്ബോൾ കളിക്കാൻ പോക്കും ഇങ്ങനെ കുറെ പരിപാടികൾ ഇടക്കിടക്കിടക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു. വണ്ടികളൊന്നും ഇല്ലാതെ നടുറോട്ടിൽ കയറിയിരുന്ന് ഫുട്ബോൾ കളി പരിപാടികളൊക്കെ ഇഷ്ടംപോലെ ഹർത്താൽ ഉണ്ടായിരുന്നു ഇടക്കിടക്ക്. പിന്നെ മറ്റേ ഗാഡ്ഗില്ലും കസ്തൂരിയും റിപ്പോർട്ടും പരിപാടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ഇടുക്കിയിലായിരുന്നു, ഞങ്ങളൊക്കെ നന്നായിട്ട് ബാധിച്ചായിരുന്നേ. അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നോണ്ട് അതങ്ങനെ കയ്യിന്ന് പോയല്ലോ. അപ്പൊ 10 കൊല്ലത്തേക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. അത് എല്ലാരും പറയുന്നൊരു കാര്യമാണ്. LDF സർക്കാർ അങ്ങനെ ഒരു സംഭവം അത് പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇപ്പൊ എല്ലാരും ഇപ്പൊ UDF ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ മിക്കവരും പറയുന്നത് പണിമുടക്കൊക്കെ വന്നു ഇതൊക്കെ കുറെ പേര് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും VD സതീശൻ എന്നുള്ളൊരു ആളുടെ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ പുള്ളി വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഒരു അഡ്വർടൈസ്മെന്റ് എന്നൊക്കെ ഒരു അഡ്വക്കേറ്റ് ആണ്. പുള്ളി അത്യാവശ്യം വിവരം ബോധമുള്ള മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കുറെ കാര്യങ്ങൾ ഇംപ്രൂവ്മെന്റ് ചെയ്യും, കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നത് തന്നെയാണ് എന്റെ ഒരു പ്രതീക്ഷ. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പൊ അതേ കഴിഞ്ഞ ദിവസം എന്തോ ഒരു പത്രസമ്മേളനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് കുറച്ച് പേര് വന്നിട്ട് മറ്റേ പൊതുവായിട്ട് വന്ന് അവരുടെ സജഷൻസും അവരുടെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ മറ്റേ നിവേദനം കൊടുക്കുന്ന പരിപാടിയില്ലേ, അതുപോലത്തെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് ഒരു PSCയുടെ കേസ്, PSC ഒരാൾ വന്നിട്ട് പറഞ്ഞാണ് PSCയുടെ ലിസ്റ്റില് പേര് വന്നു കഴിഞ്ഞാല് പിന്നെ ഭയങ്കര വെയിറ്റിംഗ് ആണ്. അത് ഇഷ്ടം പോലെ വർഷങ്ങൾ നിൽക്കുന്നവരുണ്ട്, മാസങ്ങൾ നിൽക്കുന്നത്. നമ്മുടെ തന്നെ ഫ്രണ്ട്സിനെ നമുക്കറിയാം PSCയിൽ ഓൾറെഡി ലിസ്റ്റ് വന്നിട്ടും അപ്പോയിന്റ് ആവാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അതിങ്ങനെ വെയിറ്റിംഗ് ആണ് ഭയങ്കരമായിട്ട്. അപ്പൊ അത് ഒരു പുള്ളിക്കാരി വന്നിട്ട് അതിനെപ്പറ്റി സംസാരിച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ. നമ്മൾ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നില്ല, ഇഷ്ടംപോലെ വേക്കൻസീസ് ഉണ്ട്, പക്ഷെ ഇതൊന്നും ഫില്ല് ചെയ്യുന്നില്ല, ഇങ്ങനെ നിന്നു വേണമെന്ന് പറഞ്ഞു. അപ്പൊ VD സതീശൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു, ഉടനെ അതായത് 24 മണിക്കൂറിനകം നടപടി എടുത്തിരിക്കും. ഇത് ഫില്ല് ചെയ്തിരിക്കണം, അതായത് ഏത് ഒഴിവാണോ ഉള്ളത് അത് ഫില്ല് ചെയ്തിരിക്കണം, അതിനുള്ള നടപടി ഉടനെ അതായത് ഈ വരുന്ന അടുത്ത മാസത്തിനുള്ളിൽ അത് ഉറപ്പായിട്ടും നടത്തിയിരിക്കും എന്ന് പറഞ്ഞു. വളരെ നല്ലൊരു കാര്യം. പിന്നെ ഒരു പെങ്കൊച്ച് 70% കരളും കൊച്ചിന്റെ അച്ഛന് കൊടുത്തതാ. എന്തോ കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്തോ അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഹോസ്പിറ്റൽ സപ്പോർട്ടോ അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ലായിരുന്നോണ്ടാന്ന് തോന്നുന്നു. എന്തോ വന്നിട്ട് കുറെ കാശ് മുടക്കൊക്കെ വന്നിട്ട് പിന്നെ അത് കരള് കൊടുത്തു, പക്ഷെ അച്ഛൻ മരിച്ചുപോയി. അപ്പൊ അതും എന്നിട്ട് ആ കൊച്ച് പഠിത്തം നിർത്തി ഇങ്ങനെ നിൽക്കുക, നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക ഒക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെ തുടർന്നുള്ള ആ കൊച്ചിന്റെ ചേട്ടന്റെ പഠിത്തവും കാര്യങ്ങളെല്ലാം സർക്കാർ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ കേട്ടു. PSC ഇപ്പം ന്യായപരമായിട്ട് എങ്ങനെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അതായത് ഇപ്പൊ ഒരു സ്കൂളിൽ 5 ടീച്ചേഴ്സിന് വേക്കൻസി ഉണ്ടെങ്കിൽ ഒരു എക്സാം വന്നിട്ട് അതിൽ ടോപ്പായിട്ട് വരുന്ന 5 ടീച്ചേഴ്സിന്റെ റാങ്കിങ് എടുത്തിട്ട് ആ 5 പേരെയും അപ്പോയിന്റ് ചെയ്യാന്നുള്ള ഫെയർ ആയിട്ടുള്ള ഒരു സംഭവം. പക്ഷേ നമ്മള് ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട് മറ്റേ പിൻവാതിൽ വഴി അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്കാർ, അതായത് പാർട്ടിക്ക് വേണ്ടപ്പെട്ടവര് അല്ലാത്തവര്. കാരണം പാർട്ടിയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോ ഇപ്പൊ ഞാൻ ഒരു പാർട്ടി നടത്തുന്നുണ്ട്, എന്റെ പാർട്ടിനെ അനുകൂലിച്ച് നിൽക്കുന്ന ഒരാൾക്ക് അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണല്ലോ. പ്രയോറിറ്റി കൂടുതലായിരിക്കും.
പക്ഷെ ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ജീവിതം മൊത്തവും കളഞ്ഞ് പാടുപെട്ട് പഠിച്ച് റാങ്ക് എടുത്ത ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളതായിരിക്കും ന്യായം. സത്യം. അങ്ങനെയാണ് ശരിക്കും വരേണ്ടത്. അങ്ങനെ വരാതിരുന്നാലുള്ള ഗുണം എന്താന്ന് വെച്ച് വരാതിരുന്നാലുള്ള ദോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിൻവാതിൽ വഴി അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ കഴിവുണ്ടാവില്ല. അതെ അതെ. അത് ഏത് ഫീൽഡ് ആയിക്കോട്ടെ. ഇപ്പൊ ടീച്ചേഴ്സ് എന്റെ ഒരു അഭിപ്രായത്തില് പഠിപ്പിക്കാൻ കഴിവുള്ള ഒരു ടീച്ചേഴ്സ് ആവണം. അതെ അതെ അതെ. നമ്മൾ തന്നെ സ്കൂളിൽ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. ഇവര് ചിലപ്പോൾ എഴുതി ഈ TTC മറ്റേ പരിപാടി നെറ്റ് സെറ്റ് ഒക്കെ എഴുതി നല്ല റാങ്കിൽ വന്നതായിരിക്കും, പക്ഷെ ഇവർക്ക് പഠിപ്പിക്കാൻ അറിയില്ല. ആ ഒരു പിള്ളേരുമായിട്ടുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു ഇതാണല്ലോ ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാണല്ലോ മെയിൻ ആയിട്ടും വേണ്ടത്. അത് ചിലപ്പോൾ ഉണ്ടാവൂല. ശരിയാണ്. അപ്പൊ ടീച്ചിങ് ഫീൽഡിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് എനിക്ക് വരുത്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ അടുത്തുള്ള ഫീഡ്ബാക്ക് വളരെ വിലപ്പെട്ടതാക്കി കണക്കാക്കി തീർച്ചയായിട്ടും ടീച്ചർ എങ്ങനെയുണ്ട് പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള രീതിയിൽ കുട്ടികളുടെ അടുത്ത് ഫീഡ്ബാക്ക് എടുത്ത ശേഷം ഒരു ടീച്ചറിനെ ഇപ്പൊ ട്രയൽ ആയിട്ട് ഒരു പീരീഡിലേക്ക് അപ്പോയിന്റ് ചെയ്തിട്ട് ഒരു 3-4 മാസം അല്ലെങ്കിൽ 1 വർഷം ട്രയൽ പീരീഡ് ആക്കി വെച്ചിട്ട് കുട്ടികളുടെ അടുത്ത് അഭിപ്രായം ചോദിച്ചിട്ട് ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ തുടർന്ന് പോവുക. അതെ അതെ. ടീച്ചർക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരം കൊടുക്കുക, അല്ലെങ്കിൽ അയാളെ മാറ്റിയിട്ട് അടുത്ത ടീച്ചറെ അപ്പോയിന്റ് ചെയ്യുക. അതന്നെ അങ്ങനെ സിസ്റ്റം വരുത്തുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ അത് നടക്കത്തില്ല, നടക്കാനും പോലുള്ള ഫെയർ ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ഏത് സർക്കാർ വന്നാലും നടക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, 100% ഇല്ല. അവരെ ഫേവർ ചെയ്യുന്നവരെ അത് തന്നെ ഗവൺമെന്റിൽ അല്ലെങ്കിൽ പോലും ഇപ്പൊ തന്നെ ക്രിക്കറ്റ് ഫെഡറേഷന്റെ കേസും ബാക്കി സ്പോർട്സിന്റെ കേസിലൊക്കെ അങ്ങനെയല്ലേ, പരസ്യമാണ്. അതായത് കാശുള്ളവർക്ക് മേളിലേക്ക് കയറി പോകാൻ പറ്റത്തില്ല. ഒരു ബാരിയർ കടന്ന് അതിന് മേളിലേക്ക് കയറി പോകണമെങ്കിൽ പൈസ തന്നെ വേണം. ഇതിലെ കാശ് വേണം, അല്ലെങ്കിൽ പിടിപാട് വേണ്ടപ്പെട്ടവരെ അറിയുന്ന ആൾക്കാരായിരിക്കണം. അത് തന്നെ. അപ്പോഴും കുറെ സ്കിൽഡ് ആയിട്ടില്ല. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെ ഇപ്പൊ സ്പോർട്സ് മേഖലയിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരാണ്. നമുക്ക് അടുത്തറിയാവുന്നവരുണ്ട്, അത്രയും സ്കിൽഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ പൈസ ഇല്ലാത്തതുകൊണ്ടും ഒരുപാട് പിടിപാടില്ലാത്തതുകൊണ്ടും അവരിപ്പോഴും കണ്ടംകളി പരിപാടിയൊക്കെ ആയിട്ട് ടൂർണമെന്റും പരിപാടികളൊക്കെ ഇങ്ങനെ നടക്കും. ഇഷ്ടംപോലെ ആൾക്കാരെ അറിയാം. അപ്പൊ ആ ഒരു പരിപാടി മാറണം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് നമ്മള് കുറച്ചുപേരുടെ ഒച്ച വെച്ചെന്ന് പറഞ്ഞിട്ട് ഒന്നും മാറാനൊന്നും പോകണില്ല എന്തായാലും. നമ്മുടെ ആഗ്രഹം അതെ ആഗ്രഹം സംഭവം മാറണമെന്നാണ്. അതെ അതെ. ഇപ്പൊ ഒരു മേഖല അങ്ങനെ മാറിയില്ല എങ്കിൽ അതിന്റെ ദോഷം ആർക്കാണ്? അത് തന്നെ, നാട്ടുകാർക്ക് തന്നെയാണ്. നാട്ടുകാർക്ക് തന്നെയാണ്. ഇവിടുത്തെ ഭരണത്തെ തന്നെ എല്ലാവരും കുറ്റം വിളിക്കത്തുള്ളൂ. അപ്പൊ പിന്നെ കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ അത് ഒരു പൊതു താല്പര്യ ഹർജിയായിട്ട് കൂട്ടണം. അത് തന്നെ. അത് ഫെയർ ആയിട്ടുള്ളൊരു അപ്പോയിന്റ്മെന്റും പരിപാടികളൊക്കെ തന്നെ ചെയ്യണം. ഇതിപ്പോ VD സതീശൻ എന്ന് പറഞ്ഞ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം അതിന്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഏതാണോ ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളി വന്നിരിക്കണം. ലിസ്റ്റിൽ നീ പറഞ്ഞു ലിസ്റ്റിൽ ഏറ്റവും ടോപ്പ് ആയിട്ട് നിൽക്കുന്ന ആരാണോ അല്ലെങ്കിൽ അത് നോക്കിയിട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോയിന്റ് ചെയ്യാം. ഇനി ഞങ്ങൾ ചിലപ്പം ആൾക്കാരുടെ പേര് പറഞ്ഞു എന്നിരിക്കും, ഈ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞ ഒരു പ്രിഫിക്സ് ആഡ് ചെയ്യാതെ ഒക്കെ പറഞ്ഞു എന്നിരിക്കും. അത് ബഹുമാനം ഇല്ലാത്തതുകൊണ്ടോ അവരുടെ പൊസിഷനെ നമ്മൾ മാനിക്കുന്നില്ലാത്തതുകൊണ്ടോ അല്ല. നമ്മൾ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ആൾക്കാരുടെ പേരാണ് പറയാറ്. അത് നടന്മാരായിക്കോട്ടെ, ബാക്കി വലിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, സോഷ്യലി നല്ല നിലയിൽ വിലയുള്ള ആൾക്കാരായിക്കോട്ടെ, നമ്മൾ പേരാണ് പറഞ്ഞു പോകാറ്. അപ്പൊ ഞങ്ങളുടെ ആ നോർമൽ കോൺവെർസേഷന്റെ ഇടയ്ക്ക് അങ്ങനെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനമില്ലാതെ സംസാരിക്കുന്നു എന്ന് നിങ്ങൾ കണക്കാക്കരുത്. അങ്ങനെ കണക്കാക്കി നമുക്ക് ഒരു ഉണ്ടയില്ലാതെ പറയാറിയാം, കട്ട് ചെയ്യും. തീർച്ചയായിട്ടും. കാരണം പൃഥ്വിരാജ് സാർ, മമ്മൂട്ടി സാർ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും കാഷ്വൽ ആക്കി കഴിഞ്ഞാൽ നമുക്കിപ്പോ എന്നാ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു എന്റർടൈൻമെന്റ് മിക്സ് ചെയ്ത് വേണം നമുക്കിത്. നമ്മൾ പറയുമ്പോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ സിനിമയല്ലേ മോഹൻലാൽ, ചിലപ്പോ നമ്മള് ലാലേട്ടൻ എന്ന് പറയും, അതെ ചിലപ്പോ നമ്മള് മമ്മൂക്കാന്ന് പറയും, അല്ലെ നമ്മള് മമ്മൂട്ടി എന്ന് പറയും, പൃഥ്വിരാജ് എന്ന് പറയും. അത്രേ ഉള്ളൂ. ഇത് ഇവരൊന്നും ഒരു വിലയില്ലാത്തോണ്ടല്ല, നമ്മളെല്ലാവരും കാഷ്വലി പറയുന്നത് അങ്ങനെയാണ്. ഇതൊരു കാഷ്വൽ കോൺവെർസേഷന്റെ ഭാഗമാണ്. പ്ലീസ് ബെയർ വിത്ത് us. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം ആദ്യത്തെ പോയിന്റ് ഞങ്ങൾക്ക് പറയാനുള്ള അതാണ്. ഗവൺമെന്റ് അപ്പോയിന്റ്മെന്റ്സും പരിപാടിയൊക്കെ ഫെയർ ആക്കാൻ പറ്റുന്നിടത്തോളം ഫെയർ ആക്കുക. പരീക്ഷ എഴുതി റാങ്ക് കിട്ടുന്നവർക്ക് ജോലി കൊടുക്കുക. അത് തന്നെ. ഇപ്പം ഒരു മേഖലയിൽ കഴിവുള്ള ആൾക്കാർ പണിയെടുക്കണം. ഇപ്പൊ റാങ്കിങ് മാത്രമാണ് എല്ലാം എന്ന് ഞാനും പറയില്ല. തീർച്ചയായിട്ടും. ഇപ്പൊ ഒരു ഫീൽഡിൽ ഒരാളെ അപ്പോയിന്റ് ചെയ്തു. ഇപ്പൊ ടീച്ചിങ് ഞങ്ങൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ട് ഒരു ടീച്ചർക്ക് പഠിപ്പിക്കാൻ അറിയില്ല, പക്ഷെ മാർക്ക് കൊണ്ട് റാങ്ക് അടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പഠിപ്പിക്കാൻ അറിയണം. പഠിപ്പിക്കാൻ അറിയില്ലെങ്കിൽ ആ ട്രയൽ പീരീഡ് കഴിഞ്ഞിട്ട് അടുത്ത ടീച്ചർ നമ്മളെ. ഇപ്പൊ നമ്മള് എന്തിനാ ഈ കഷ്ടപ്പെട്ട് പഠിച്ച് റിസൾട്ട് ഉണ്ടാക്കി റാങ്ക് കൊണ്ട് മേടിക്കുന്നവരെ അവർക്കൊന്നും കിട്ടില്ലെന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒരു പർപ്പസ് നമ്മൾ നിറവേറ്റണമെങ്കിൽ ഇവർ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ ഇതിന്റെ പർപ്പസ് തന്നെ നല്ല ടീച്ചേഴ്സിനെ അപ്പോയിന്റ് ചെയ്യണം. അല്ലെങ്കിൽ അത് കാര്യങ്ങള് 100-ൽ 100 ആയിട്ട് പോകണമെങ്കിൽ അങ്ങനെ നോക്കിയിട്ടേ കാര്യമുള്ളൂ. കാരണം ഒരു 10ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ആളൊക്കെ ആയിരിക്കും ആ റാങ്ക് 1 നിൽക്കുന്ന ആളെക്കാൾ കുറച്ചുകൂടെ പൊട്ടൻഷ്യൽ ഉള്ളത് ചിലപ്പോ. അതുകൊണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട്സ് ആയിരിക്കും. അപ്പൊ എന്നാ ആൾക്കാർ കുറച്ചുകൂടെ ഈ പഠിച്ച് ഇങ്ങനൊരു ഫെയർ ആയിട്ടുള്ള ഒരു സെലക്ഷൻ ആണ് വരുന്നതെങ്കിൽ ആൾക്കാർ കുറച്ചുകൂടെ അവരുടെ ആ ഒരു ടീച്ചിങ് പൊട്ടൻഷ്യലും അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന് കുറച്ചുകൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും.
അത് ഒരു ടീച്ചർ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്തുള്ളത്, അല്ലാതെ ഇതെല്ലാം കൂടെ പഠിച്ചു വിഴുങ്ങി അതിലാണ് എക്സാം എഴുതി റാങ്ക് 1 മേടിക്കുന്ന, അതായത് റാങ്ക് 1 മേടിക്കുക എന്നുള്ള ആ ഒരു എയിം വിട്ടിട്ട് ഈ പരിപാടി എന്താണെന്നല്ല, ഈ പ്രൊഫഷൻ എന്താണ്, ഇതിനകത്തേക്ക് എന്താ കൂടുതലും വേണ്ടെന്നുള്ളതിൽ അവരുടെ സ്കില്ല് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കി അങ്ങനെ ചെയ്യും. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് തന്നെ എല്ലാവരും അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഫെയർ കോമ്പറ്റീഷൻ ആയിരിക്കും. ഈ റാങ്കിൽ വരുന്ന എല്ലാവരും ആ ഒരു സംഭവത്തിൽ തന്നെ വരികയും ചെയ്യും. അപ്പൊ അത് നല്ലതായിരിക്കും, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നല്ല ടീച്ചേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവർ നന്നായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ചിന്തിക്കുന്ന സ്റ്റുഡൻസിന് നമുക്ക് കിട്ടും. യെസ്, നന്നായിട്ട് ചിന്തിക്കുന്ന സ്റ്റുഡൻസ് നാളെ സൊസൈറ്റിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഇമ്പ്രൂവ്മെന്റ് സമൂഹത്തിന് തന്നെ ഉണ്ടാവും. നമ്മുടെ കൺട്രിക്കാണ് ഈ ഉള്ള പിള്ളേരെല്ലാം കൂടെ പുറത്തേക്ക് പോകത്തില്ല. എങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആ പോയിന്റിലേക്ക് വരും. ഉള്ള പിള്ളേരെല്ലാം കൂടെ പുറത്തേക്ക് ചാടി പോകുന്നതും പിന്നെ എല്ലാരും കാരണമാണ്, പിള്ളേര് കാരണം അല്ലാന്നൊന്നും അല്ല പറയണേ. എല്ലാരും എല്ലാത്തിന്റെയും കാരണക്കാരാണ്. ദാറ്റ്സ് ഓൾ. ഇനി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഭവം പറ. നമ്മുടെ നാട്ടിൽ വെച്ചിരിക്കുന്ന മറ്റേ AI ക്യാമറകളും പരിപാടിയും കടത്തിപ്പെട്ട് കിടക്കുന്ന സാധനം, AI ക്യാമറകളും പരിപാടിയും അത് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സംഭവമാണ്. താല്പര്യമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തും പിടിക്കുന്നിടത്തും എല്ലാം നമ്മൾ ഫൈൻ അടയ്ക്കണം. അതെ, ഈ സർക്കാർ എക്സിസ്റ്റ് ചെയ്യുന്നതും ബാക്കി സിസ്റ്റംസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നതും നാട്ടുകാർക്ക് വേണ്ടിയാണ്. തീർച്ചയായിട്ടും. നാട്ടുകാര് കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പൈസ പോണ പരിപാടി നാട്ടുകാർക്ക് യോജിക്കുമോ ഇല്ലയോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവിടെ ഇപ്പൊ ഒരു സ്ഥലത്ത് ആക്സിഡന്റ് കൂടുതൽ നടക്കുവാണ്, അപ്പൊ അവിടെ കൊണ്ടുപോയി ക്യാമറ വെക്കണം, സ്പീഡ് ഗവേൺ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായപരമായ സംഭവം. തീർച്ചയായിട്ടും. അവിടെ ഓവർ സ്പീഡ് എടുക്കുന്നവന്മാർക്ക് ഫൈൻ കൊടുക്കാം. നിങ്ങൾ ഇങ്ങനെ ഒരു ആംഗിൾ വേണം ചിന്തിക്കാൻ. ഇത് നമ്മുടെ നാടൊട്ടാകെ ഈ ഒന്നാമത്തെ കാര്യം റോഡ് ഉണ്ടാക്കി ഇട്ടു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നല്ല റോഡും ഉണ്ട് നമ്മുടെ നാട്ടിൽ, ഇപ്പോ ചീത്ത റോഡും ഉണ്ട്. നല്ല റോഡ് ഉണ്ടാക്കി ഇട്ടിട്ട് അവിടെ നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. അത് തന്നെ. അവിടെ നമ്മൾ ഫൈൻ അടയ്ക്കണം. ഫൈൻ അടയ്ക്കണ വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇത് ക്യാമറ വെച്ചിട്ട് അതിന്റെ മേലെ കൂടെ നമ്മുടെ നാട്ടിലെ MVDകളും ബാക്കി പരിപാടികളൊക്കെ മറ്റേ ക്യാമറ വെച്ചിട്ട് റോഡിന് സൈഡ് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ പിഴ അടയ്ക്കണം. വണ്ടിക്ക് അതൊന്ന് പുറകെ വന്ന് പിടിക്കുന്നുണ്ട്. വണ്ടി നമ്മൾ പോകുമ്പോ നമ്മൾ ഹെൽമെറ്റ് എങ്ങനെ വെക്കാതെ എവിടെയും പോയി കഴിഞ്ഞാൽ അപ്പൊ ഓടി വന്ന് ഫോട്ടോ എടുത്ത് അതിന് നമ്മൾ പിഴ അടയ്ക്കണം. ഹെൽമെറ്റിന്റെ കേസൊക്കെ ഓക്കെ. പക്ഷെ ഈ പറഞ്ഞ മുട്ടിന് AI ക്യാമറ കൊണ്ട് വെക്കുന്നത് നീ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സംഭവം മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്ത് വേണം ആലോചിക്കും. നിങ്ങൾ ഈ ആംഗിളിൽ വേണം ചിന്തിക്കുക. അതായത് ഒത്തിരി ആക്സിഡന്റ്സ് ഉള്ള സ്ഥലം ആണെങ്കിൽ അവിടെ AI ക്യാമറ വെക്കാം. ആയിക്കോട്ടെ. അല്ലാതെ സ്ട്രെയിറ്റ് റോഡ്, ഹൈവേ, ഒരു പ്രശ്നങ്ങളില്ല, അങ്ങനെ വിഷയങ്ങളൊന്നുമില്ല, ആ ഒരു സ്ഥലത്തൊക്കെ എന്തിനാണ് AI ക്യാമറ വെക്കുന്നത്? ആവശ്യമുണ്ട്. തമിഴ്നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ക്യാമറ പോയിട്ടൊരു പുക്ക ഒന്നുമില്ല. ഹെൽമെറ്റ് വെക്കുന്നവരെ അവർ ഇങ്ങനെ നോക്കും. പക്ഷെ ഹെൽമെറ്റ് വെക്കണം. അവർ ചെയ്യുന്നത് മോശമാണ്. ബട്ട് എന്നാലും അവിടെ അതിന് മാത്രം ആക്സിഡൻസും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ അവിടെ നാട്ടുകാർ ഇങ്ങനെയാ പറയണേ, എടാ ഞങ്ങള് നാട്ടുകാർ ഞങ്ങൾക്ക് ഹെൽമെറ്റ് വെക്കാൻ താല്പര്യമില്ല, ഞങ്ങൾ വെക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ എലക്ട് ചെയ്തെടുത്ത ആൾക്കാര് ഹെൽമെറ്റ് വെക്കണമെന്ന് പറയാൻ പാടില്ല. കാരണം എന്താണ്, ഇത് ഞങ്ങളുടെ നാടാണ്, ഞങ്ങളുടെ സർക്കാരാണ്, ഞങ്ങൾ എലക്ട് ചെയ്തിട്ട ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾക്ക് താല്പര്യമില്ല സംഭവം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് യോജിക്കാൻ നമ്മൾ താല്പര്യമില്ല. അപ്പൊ തന്നെ അവര് അടുത്ത ആൾക്ക് വോട്ട് ചെയ്യും. അതെ, വിജയണ്ണ എടാ നമ്മള് ഹെൽമെറ്റ് വെക്കണം, അത് തന്നെയാണ് സേഫ് എന്ന് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ മുട്ടിനുകൊണ്ട് ക്യാമറ വെച്ച് പിടിച്ച് ഫൈൻ വരുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം, വളരെ മോശം. അതിനെനിക്കൊരു യോജിപ്പില്ല. തീർച്ചയായിട്ടും. ഇപ്പം ഹെൽമെറ്റ് വെക്കണം എന്ന് പറയുന്നത് താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ നമുക്ക് ചിലപ്പോൾ അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. ചേട്ടാ ഇതാണ് സേഫ്, ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല. എന്നാണ് എന്റെ ഒരു അങ്കിൾ അടിച്ചാണ്ടാക്കി കിട്ടി. അങ്കിള് അത് ഒരു AI ക്യാമറ ഒരു 50 മീറ്റർ പുറകിലാണ് പുള്ളി നിൽക്കണേ. പുള്ളി റോഡിന്റെ ഈ സൈഡിൽ നിന്ന് വണ്ടി അങ്ങ് ഓണാക്കി, പിന്നെ പുള്ളിയുടെ സൈഡിൽ തന്നെയാണ് മിസ്റ്റേക്ക് ഒരു കണക്കി പറയുകയാണെങ്കിൽ മിക്കവരുടെയും പരിപാടിയല്ല. കാറിൽ കയറി കാർ അങ്ങ് ഓണായി വന്ന് ഒരു 50 മീറ്റർ കഴിയുമ്പോഴത്തേക്കും മറ്റേ ഒരു കയ്യിൽ സ്റ്റിയറിംഗും പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിടുകയാണ് ചെയ്യാറ്. പാവം മച്ചാൻ നേരെ AI ക്യാമറ കഴിഞ്ഞിട്ടാണ് പിടിച്ചിട്ടത്. ഫോട്ടോ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഇരിക്കണ ഒരു ഫോട്ടോ വന്നും പോയി. അപ്പൊ അതിന്റെ കാര്യമില്ല. പക്ഷെ അതൊക്കെ വൻ സേഫ് ആയിട്ടുള്ള റോഡൊക്കെയാണ് ആ AI ക്യാമറ കൊണ്ട് വെച്ചേക്കണത്. നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള ഹൈവേയില് ഞാൻ കണ്ടേക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ സ്പീഡിന്റെ ലിമിറ്റ് എത്രയാണ്? നമ്മുടെ 80 ആണോ? 80. അപ്പോ നല്ല സ്ട്രെയിറ്റ് റോഡാണ്. അതായത് ഞാൻ പറയുന്ന ഒരു 800 മീറ്ററും സ്ട്രെയിറ്റ് റോഡ് തന്നെയാണ്. ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു വളവ് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ ഒരു 400-500 മീറ്ററിനുള്ളില് സ്പീഡ് ക്യാമറ വെച്ചേക്കുക. ഇത് വലിയ വണ്ടികളും എല്ലാ വണ്ടികളും പറന്ന് വന്നിട്ട് പെട്ടെന്ന് വണ്ടികളൊന്ന് സ്ലോ ആക്കും. ഇങ്ങനെ വണ്ടികൾ സ്ലോ ആക്കുമ്പോഴത്തേക്ക് പുറകിലാകെ സ്പീഡ് വരുന്ന ആൾക്കാർ വന്ന് ഇടിച്ച് അവിടെ കുറെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ സ്പീഡ് ക്യാമറ വെച്ചേക്കുന്നതുകൊണ്ടാണ് അവിടെ അപകടങ്ങൾ ഉണ്ടാവുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സ്പീഡ് ക്യാമറ വെച്ചേക്കുന്നതുകൊണ്ട് അവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം ചിലർക്ക് ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് അവിടെ സ്പീഡ് ക്യാമറ ഉണ്ടെന്ന് അറിയത്തില്ല. നമ്മുടെ നാട്ടുകാരായതുകൊണ്ട് നമുക്ക് ഇവിടെ സ്പീഡ് ക്യാമറ ഉണ്ടെന്ന് അറിയാം, അതുകൊണ്ട് നമ്മൾ സ്ലോ ആക്കും. പക്ഷെ അങ്ങ് ദൂരെ നിന്ന് അവിടെ നിന്ന് ജില്ല മാറി വരുന്ന ആൾക്കാരൊക്കെ പറഞ്ഞ് നേരെ വരികയും ചെയ്യും. എത്ര ഇടി അടിക്കണ പടാ എന്ന് ഇങ്ങനെ കിടന്ന് ഇടിച്ചുകൊണ്ടിരിക്കണേ. അതൊരു മോശം പരിപാടിയല്ലേ നോക്കുവാണെങ്കിൽ.
ശരിയാണ്, നിയമമാണ് പാലിക്കണം, ഓക്കെ റൈറ്റ്. പക്ഷെ അത്രയും വലിയ ഹൈവേ കൊണ്ടുപോയിട്ട് സ്പീഡ് ക്യാമറ വെച്ചിട്ട് 80 ലിമിറ്റും വെച്ച് കഴിഞ്ഞാല് തടിലോറികൾ വരുന്നുണ്ട്, ചെറിയ ചെറിയ ബൈക്കുകൾ വരുന്നുണ്ട്. തടിലോറിക്കാർക്കൊന്നും അറിയത്തില്ല. ബൈക്കുകാരൻ നേരെ ഫ്രണ്ടിൽ വന്നിട്ട് ഈ പയ്യ അങ്ങ് പിടിക്കുമ്പോഴത്തേക്കും തടിലോറിയൊക്കെ പറന്നല്ലേ തന്നെ പെട്ടെന്ന് പിടിച്ചാൽ കിട്ടത്തില്ലോ. പ്ലക്കയോ ചുമ്മാ പപ്പടം ഒടിച്ചു വിടുന്ന പോലെ സൈഡിലേക്ക് പോകും. സ്പീഡ് ക്യാമറ ഉള്ളതുകൊണ്ടാണ് അവിടെ അത്ര ആക്സിഡൻസ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മള് ലോജിക്കലി കുറച്ചൊക്കെ നമ്മള് ഫുള്ള് ലോജിക്കലിയും കൂടെ ആലോചിക്കണം നിയമങ്ങൾ ഇറക്കുമ്പോൾ, അല്ലെ? ഇപ്പൊ UAE ഒരു സിസ്റ്റം, ഇത് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല, പക്ഷെ പറഞ്ഞു കേട്ടൊരു അറിവ് വെച്ചിട്ട് ഇപ്പൊ നമ്മൾ അവിടെ സ്പീഡ് ക്യാമറ എല്ലായിടത്തും ഉണ്ട്. നമ്മൾ സ്പീഡിൽ പോവാണെങ്കിൽ ഈ ക്യാമറയിൽ ഫൈൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്തോ അക്കൗണ്ടിൽ നിന്ന് പൈസ അങ്ങ് കട്ടാവുക. സ്പോട്ടിൽ കട്ടാവും ഡയറക്റ്റ് ആയിട്ട്. അപ്പൊ അത് നോക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഫൈൻ അടയ്ക്കണം. അതെ, നമുക്ക് ഇച്ചിരി സാവകാശം കിട്ടും. ഇത് അങ്ങനെയല്ല. പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡും ബാക്കി പരിപാടിയൊക്കെ സൂപ്പർ ക്ലീൻ സംഭവമാണ്. അതെ അതെ. പിന്നെ അവിടെ ഒരു സ്പീഡ് അത്യാവശ്യം നല്ല സ്പീഡിൽ പോകാൻ പറ്റും. അതെ അതെ. ഇപ്പൊ നമുക്ക് സ്പീഡിൽ പോകണം എന്നല്ല ഞാൻ പറയുന്നത്, ഈ എല്ലായിടത്തും ക്യാമറ വെക്കുന്നോണ്ട് ഈ ഫൈൻ പിഴ അടയ്ക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതൊരു മെയിൻ സംഭവമായിട്ട് ഈ കുറച്ച് വർഷങ്ങളിലായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. ആസ്വദിച്ച് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ സ്പീഡ് ഞങ്ങളൊക്കെ സമ്മതിച്ചു. സേഫ്റ്റി 80 കിലോമീറ്റർ സ്പീഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ നാടിന്റെ ഒരു പോപ്പുലേഷനും ഡെൻസിറ്റിയും കാര്യങ്ങളൊക്കെ ചുമ്മാ ആൾക്കാർ വട്ടം ചാടും, പട്ടി വട്ടം ചാടും, ഇതൊക്കെ ഉണ്ട്. 80 നമുക്ക് ഓക്കെയാണ്. പക്ഷെ 80 വെച്ചിട്ട് ക്യാമറ വെക്കുന്നു, അതിന്റെ കൂടെ ഇപ്പുറത്ത് നിന്ന് മറ്റേ അണ്ണൻ ക്യാമറയിൽ ഫോട്ടോ എടുക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഫൈൻ മേടിക്കാനായിട്ട് നമ്മൾ ഇറക്കി വിട്ടേക്കുന്ന ആൾക്കാർ പോലെയാണ്. ഏതാണ്ട് ടാർഗറ്റ് കൊടുത്തിട്ട് സത്യം ഇന്ന് ഇത്ര പേരായി നിങ്ങൾ ഫൈൻ മേടിച്ചില്ലെങ്കിൽ നിന്നെയൊക്കെ പറഞ്ഞു വിടുന്നുള്ള രീതിയിൽ അവര് വന്നിട്ട് എങ്ങനെയെങ്കിലും ഇവന്റെ കയ്യിൽ നിന്ന് ഫൈൻ അടക്കാനായിട്ട് ഒരു വഴി നോക്കി കണ്ടുപിടിച്ച് അടപ്പിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നിയിരിക്കുന്നത്. നമുക്കറിയാം കേട്ടോ, നമുക്കറിയാം. നമ്മുടെ സർക്കാര്, നമ്മൾ എലക്ട് ചെയ്തിട്ട ആൾക്കാര് നമ്മുടെ പോക്കറ്റിൽ നിന്ന് കാലിയാവാനായിട്ട് അത് തന്നെ ഇങ്ങനെ സംഭവം ചെയ്തു കഴിഞ്ഞാൽ അത് നാട്ടുകാർക്ക് ഇഷ്ടപ്പെടും. എന്ത് ക്ഷേമമാണ്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ അന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്റെ സംഭവം. കാരണം പച്ചയ്ക്ക് എല്ലാവർക്കും പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. എല്ലാ മന്തിന്റെ അവസാനം ഈ പറയുന്ന MVDക്കും എല്ലാവർക്കും ഒരു ടാർഗറ്റ് ഉണ്ടാവും, അത് അടുപ്പിച്ചിരിക്കണം. അത് ന്യായപരമായ സംഭവമാണോ? അല്ല. ആൾക്കാർ ഈ ടെൻഷനും പിടിച്ചാണ് വണ്ടി ഓടിച്ചു നടക്കണേ. എല്ലാവരുടെ മോൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. അപ്പുറത്തെ ചെല്ലുമ്പോഴത്തേക്ക് സ്പീഡ് അവിടെ എന്ത് വരുത്തും, അപ്പോഴത്തേക്കും വീടും ചെല്ലും. ആരെ വണ്ടി ഓടിച്ച എന്നാ സംഭവിച്ചത്, ആ ഒരു മൂഡാണ്. അതുകൊണ്ട് അതിലൊക്കെ മാറ്റം വരുത്തണം, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. വീണ്ടും പറയുന്നു, അവിടെ സ്പീഡ് ക്യാമറ വെച്ചോണ്ട് അവിടെ ആക്സിഡന്റ് ഉണ്ടായത്. നിങ്ങൾ അത് വീണ്ടും ആലോചിച്ച് നോക്കണം. അടുത്തൊരു ലോജിക് ഉണ്ട്, ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. അത്രയും വലിയ ഹൈവേയിലൊക്കെ കൊണ്ടുപോയിട്ട് വെച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. പിന്നെ നിയമം, ഈ സ്പീഡ് ലിമിറ്റ് മാറ്റുന്നതും പരിപാടിയൊക്കെ എപ്പോഴാ മാറ്റുന്നത്, ആരാ മാറ്റുന്നത്, ഇപ്പൊ എത്ര സ്പീഡ് ശരിയാ അറിയത്തില്ല. ഇടയ്ക്ക് ഒരു സമയത്ത് ഞാൻ പറഞ്ഞു കേട്ടു 80 നിന്ന് 90 സ്പീഡ് ഇൻക്രീസ് ആയി. പിന്നെ പറഞ്ഞു കേട്ടു 90 വീണ്ടും 80 തിരിച്ചു കൊണ്ടുവന്നു. എന്നായത്? പിന്നെ ബൈക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കിൽ 50 കിലോമീറ്റർ സ്പീഡിലെ പോകാൻ പറ്റും. ഒരിറക്ക് പറഞ്ഞ 50 കിലോമീറ്റർ സ്പീഡിൽ പേടി. ശരി, എങ്കിൽ നിങ്ങൾ 3 ഗിയർ വെക്കാവുള്ളൂ ബൈക്കിന്. അതല്ലേ? അല്ല, 50 പോകാൻ പാടുള്ളൂ എങ്കിൽ ഈ വണ്ടിക്ക് എന്തിനാ ഈ നിയമപരമായിട്ട് ഇറക്കി കൊടുക്കുന്ന വണ്ടികൾക്ക് എന്തിനാ 6 ഗിയർ? അതെന്താ പരിപാടിയാണ്. അപ്പൊ പിന്നെ 6 ഗിയർ പറഞ്ഞു. ക്യാമറയുടെ കേസ് എങ്ങനെയാണ് ഫെയർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്? നീ ഒരു വണ്ടിയായിട്ട് പോവാണെന്ന് നോക്കി, അപ്പൊ വഴിയിൽ ക്യാമറ ഉണ്ട്, 80 കിലോമീറ്റർ സ്പീഡ് മേലിൽ പോയാൽ ഫൈൻ അടയ്ക്കാം, നീ റെഡിയാണ്, ഓക്കെ. പക്ഷെ എപ്പോഴാണ് അത് അന്യായപരമായിട്ട് നിനക്ക് തോന്നുന്നത്? അങ്ങനെ ചോദിച്ചാൽ അതായത് ഈ കൂടെ ക്യാമറ വെച്ചിട്ട് ഫൈൻ അടക്കണം എന്ന് പറയുന്നതാണോ, അതോ ക്യാമറ വെച്ചിട്ടുണ്ട് അതിന്റെ മേലെ MVD നമ്മുടെ ഫൈൻ മേടിക്കും? ഇതിൽ ഒരെണ്ണമൊക്കെ അടിക്കട്ടെ, ഇത് ഒരെണ്ണമൊക്കെ അടിച്ചോട്ടെ, കുഴപ്പമില്ല. ഇത് ഒരെണ്ണം കഴിഞ്ഞ് അപ്പുറം ചെല്ലുമ്പോൾ ആദ്യം ക്യാമറ, അത് കഴിഞ്ഞ് അടുത്ത വളവിൽ സ്പീഡ് ക്യാമറ, അതിന്റെ അടുത്ത വളവിൽ MVD, മറ്റേ കാറിൽ തന്നെ ഇന്റർസെപ്റ്ററോ. പിന്നെ പോലീസുകാര് ജംഗ്ഷനിൽ ഫോട്ടോ എടുക്കും. എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്, സാറെ കഴിഞ്ഞ വളവിൽ ഞങ്ങളൊന്ന് പൊക്കിയായിരുന്നു, ഇനി പൊക്കല്ലേന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ടിക്കറ്റ് പെറ്റി അടിച്ച് കിട്ടിയായിരുന്നു, ഇനി പെറ്റി അടിക്കല് 2 വട്ടം പെറ്റി അടിച്ചിട്ടുണ്ട്. എന്നാ പരിപാടിയുടെ? അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ പെറ്റി അടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും അടുപ്പിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന പോലെയാണ് നമുക്ക് നാട്ടുകാർക്ക് ഫീൽ ചെയ്യുന്നത്. അതെ, ഇതൊരു അവയർനെസ് അല്ലേ അല്ലെങ്കിൽ കൊടുക്കണ്ടേ? അവർ ഇതിക്ക് അവയർനെസ് അല്ലേ ശരിക്കും ചെയ്യേണ്ടത്? ഇത് നമ്മള് ഇത് ഇവര് പിടിക്കാൻ വേണ്ടി തന്നെ എന്തായാലും ഇവർക്ക് അറിയാം ഹെൽമെറ്റ് ഉണ്ടാവില്ല. എന്നാ പിന്നെ ഒരു പണിയത്തില്ല, മറ്റേ ആക്ഷൻ ഹീറോ ബിജുവിന്റെ അതൊക്കെ കാണുന്ന പോലെ വേണമെങ്കിൽ അവയർനെസ് ഒക്കെ കൊടുത്തിട്ട് സൈഡിൽ ഹെൽമെറ്റ് എവിടെ കൊണ്ട് വെച്ചിട്ട് വരുന്നവർക്ക് ഓരോ ഹെൽമെറ്റ് കൊടുത്ത് വിട്ടിട്ട് സേഫ് ആയിട്ട് പോകണം, ആ ഒരു രീതിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നല്ലതായിട്ടൊന്ന് പറഞ്ഞു വിടുവാണെങ്കിൽ അയാൾക്ക് ശരിയാണ്, നമ്മുടെ കെയറിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇത്. അപ്പൊ ആ ഒരു മെന്റാലിറ്റി പോകത്തില്ല. നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇവർ നിൽക്കുന്നത്, നമ്മുടെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി അവരിപ്പോ ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നു, സെയിൽ ചെയ്യുന്നു, ഓക്കെ. അപ്പൊ നമ്മുടെ സേഫ്റ്റി അവർക്ക് പ്രയോറിറ്റി ആണെന്നെങ്കിലും ജനങ്ങൾ ചിന്തിക്കും.
ഇതിപ്പോ ഇവന്മാര് പെറ്റിയടിക്കും, കിറുക്കന്മാരെന്നാ പറയണേ പോലീസുകാർക്ക്. കിറുക്കന്മാരെ പറഞ്ഞിട്ടുണ്ടാവും എന്റെ പൊന്നേന്നും പറഞ്ഞിട്ട് ഉള്ള ബൈപ്പാസ് എല്ലാം കൂടെ ഉണ്ടാക്കി വെച്ച് കട്ടറോട് ഇഷ്ടംപോലെ പിള്ളേർ ഉണ്ടാക്കി കുറുക്ക് വഴി വരെ ഉണ്ട്. അതിൽ കൂടെ ഒക്കെയാണ് കയറി പോണത്. നല്ല റോട്ടിൽ കൂടെ പിള്ളേർക്ക് പോകാൻ പോലും പറ്റുന്നില്ല അത് കാരണം. സോ കുറച്ചൊരു ലോജിക് ഒക്കെ ഉപയോഗിച്ച് സേഫ്റ്റി വേണം. സേഫ്റ്റിയുടെ കൂടെ തന്നെയാണ് നമ്മള്. പക്ഷെ ചന്നാ പിന്നെ സേഫ്റ്റി ആക്കരുത്. അതെ അതെ, വേണ്ടടുത്ത് ഇങ്ങനത്തെ സുന ആപ്ലിക്കേഷനുകളൊക്കെ വെക്കുക. അത് തന്നെ. ഈ അതായത് റോട്ടില് അടുപ്പിച്ച് 100 മീറ്റർ കഴിയുമ്പോ ഹമ്പ് വെച്ചാൽ എങ്ങനെ ഇരിക്കും, ശരിയാവോ? അതുപോലെയാണ് നിങ്ങൾ ഈ സാധനം കൊണ്ട് വെക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ക്യാമറ, AI, MVD, പെറ്റി എന്നത്. നമ്മള് റോഡിലേക്ക് ഇറങ്ങുന്നത് ഗവൺമെന്റിന് പെറ്റി അടിച്ചു കൊടുക്കാനാ അല്ലേ? അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ട്. അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ട്. നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്നത് ഗവൺമെന്റിന് പെറ്റി അടിച്ച് പൈസ ഉണ്ടാക്കി ഖജനാവ് നിറയ്ക്കാനാണ് നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളൊരു മൂടാണ് ശരിക്കും. അല്ലാതെ നമ്മൾ വണ്ടി ഓടിച്ചൊരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തെത്താൻ വേണ്ടിയിട്ടല്ല. ഈ കാണുന്ന MVDയും പോലീസുകാരും ഒക്കെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നാറില്ല. 100%. അവര് പെറ്റി മേടിക്കാൻ നിൽക്കുന്ന ആൾക്കാര്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിച്ച് നമ്മുടെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ അങ്ങോട്ട് വലിക്കാനുള്ള ആൾക്കാരായിട്ടാണ് നമുക്ക് തോന്നിയിരിക്കുന്നത്. ഇത് കാശുള്ള ഒരാളാണെങ്കിൽ 10 ക്യാമറ ഉണ്ട്, 120 പോയി കഴിഞ്ഞാൽ അവന്റെ പോക്കറ്റിൽ നിന്ന് ഒന്നും പോകില്ല. അവന് ഒരു 5000 അല്ലെ 10000 പെറ്റി അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അവൻ ആ വണ്ടി ബ്ലാക്ക് ലിസ്റ്റിലാക്കി ആ വണ്ടി കളഞ്ഞിട്ട് അടുത്ത വണ്ടി എടുത്ത് വീണ്ടും അവൻ 120 പോകും. സാധാരണക്കാരന്റെ ഷഡിയാണ് വട്ടം പൊളിയുന്നത്. ഇലാസ്റ്റിക് പോലും ബാക്കി കിടന്നില്ല. അതുപോലത്തെ അവസ്ഥയാണ്. ഞാൻ ഒരാളുടെ വണ്ടി മേടിച്ചു. ആ ആൾക്ക് ഒരു 500 രൂപ പെറ്റി ഓൾറെഡി കിടപ്പുണ്ടായിരുന്നു. അത് ഞാൻ അടച്ചിട്ടാണ് ഞാൻ വണ്ടി മേടിച്ചത്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ നിന്റെ പേരിലെടുത്ത് വണ്ടിയാന്ന് നോക്കി, ഞാൻ ബോറ ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഇൻഷുറൻസും ഇല്ല, ബാക്കി പരിപാടിയില്ല, ഒന്നുമില്ല. അതന്നെ ഇടപാടാണ്. കാരണം നിന്റെ പേരിലുള്ള വണ്ടിയല്ലേ. അത് ഉള്ള സംഭവമാണോ അല്ലേ നമുക്ക് അറിയില്ല. പക്ഷെ ഇങ്ങനെ സംഭവം കേട്ടിട്ടുണ്ട് ഞാൻ. നിങ്ങൾക്ക് അല്ലാതെ വണ്ടി ബോറോ ചെയ്യണമെങ്കിൽ നിങ്ങൾ റെന്റിനെടുത്ത കാർ മാത്രം അല്ലെ ബൈക്ക് മാത്രം ബോറോ ചെയ്ത് ഓടിക്കണം. ഇതൊക്കെ നട്ടപ്പട്ടിയാണ് കാര്യം. എന്നടാ ഇത് ആൾക്കാരുടെ പൈസ പോകാനാണ് നിങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത്. ഒന്നില്ലെങ്കിൽ എല്ലാവരും കാർ മേടിക്കണം, അതെ, അല്ലെങ്കിൽ റെന്റിന് എടുക്കണം. അപ്പൊ പൈസ പോണം മൊത്തത്തിലല്ലേ. നമ്മുടെ രാജ്യത്ത് അത്രയും ഫൈനാൻഷ്യൽ ഏബിൾ ആയിട്ടുള്ള ആൾക്കാരൊന്നും ആയിരുന്നെങ്കിലും ഓക്കെ ഇതൊക്കെ പറയുന്നത് ആയിക്കോട്ടെ. ഇത് പക്ഷെ സാധാരണക്കാരുടെ ഒരു നാടാണിത്. ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാണ്? റെന്റിനെടുത്ത വണ്ടി കൊണ്ടുപോകുള്ളൂന്നോ? അതെന്നെ ഒരു പിതാശ്രീ ഇല്ലാത്തൊരു പരിപാടിയാണ്. അതെ, അങ്ങനെ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഇപ്പൊ നിയമമെങ്കിൽ അത് ഫെയർ ആണോ? അല്ല, തീർച്ചയായിട്ടും ഫെയർ അല്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആൾക്കാര് കാറുള്ള എത്ര വീട്ടുകാരുണ്ട്? പിന്നീട് കുറച്ചേ ഉള്ളൂ. നമ്മുടെ കാറ് ബോറോ ചെയ്തിട്ടാണ് അവന്റെ ചേച്ചീനെ എയർപോർട്ടിൽ വിടാനും പിള്ളേരെ ചിലപ്പോ അങ്ങോട്ട് കൊണ്ടുപോകാനും ഇങ്ങോട്ട് വിടാനും ടൂർ പോകാനും ഒക്കെ പോണത്. റെന്റിനെടുത്ത് അങ്ങനെ പോകുന്ന ആൾക്കാരൊന്നും പൈസയും കാണത്തില്ല. എന്നത് ഒരു കാര്യം, നിങ്ങൾക്കൊക്കെ മെയിൻ വരുമാനം വരുന്നത് പെറ്റിന്നാണെങ്കിൽ പെറ്റി അടയ്ക്കാൻ പോലും കാശുണ്ടാവൂല. പെറ്റി അടയ്ക്കാൻ പോലും നമ്മുടെ കാശുണ്ടാവൂല. എന്റെ പൊന്നെ. അപ്പൊ ഈ ആൾക്കാരൊക്കെ നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടി എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് അപ്പോൾ നാട്ടുകാർക്ക് തോന്നാൻ ഭാഗത്തിന് വേണം ഇവന്റെ കയ്യിൽ നിന്നുള്ള നീക്കങ്ങൾ വരാൻ. തീർച്ചയായിട്ടും സേഫ്റ്റിയുടെ കൂടെയാണ് ഞങ്ങൾ AI ക്യാമറ പരിപാടികളൊന്നും വേണ്ട എന്നല്ല, നമ്മൾ പോലീസുകാരെ കുറ്റം പറഞ്ഞതല്ല, ഒന്നുമല്ല. ആവശ്യം ഉള്ളിടത്ത് അവർ പ്രൊവൈഡ് ചെയ്തോട്ടെ. നല്ല പോലീസുകാരുള്ള നാട് തന്നെയാ നമുക്ക്. അതെ അതെ, നല്ല പോലീസുകാരുള്ള ആൾക്കാരെ. കാരണം എന്തിനും ഏതിനും 100 നിൽക്കുന്ന പോലീസുകാരെ നമുക്കുള്ളത്. പക്ഷെ അവർക്ക് ടാർഗറ്റ് ഇട്ട് കൊടുക്കുന്ന സിസ്റ്റത്തിനാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ കൊടുക്കുന്നുണ്ട് എങ്കിൽ നാട്ടുകാരായിട്ട് നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മളെ പിടിയാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരായിട്ട് നമുക്ക് പിന്നെ മറ്റേ ഇൻഫർമേഷൻ ഒന്നുമില്ല ഉള്ളത്. പക്ഷെ നമുക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. ഏത് പൊട്ടനും ആട്ടം 3 വട്ടം കാണുമ്പോൾ മനസ്സിലാവൂലോ എന്നതാണ്. അത്രേ ഉള്ളൂ. സിമ്പിൾ.